അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും ഖബൂലാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഈ മജ്ലിസിനെ ഒരു സ്വാലിഹായ അമലാക്കി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നിരന്തരം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നവരുണ്ട്. ഒരുപാട് ആളുകൾ ഫോണിലൂടെയും മെസ്സേജുകളിലൂടെയും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നവരും ഒരുപാട് ആവശ്യങ്ങൾ അറിയിക്കുന്നവരുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെ എല്ലാ ആവശ്യങ്ങളും പെട്ടെന്ന് നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമാക്കപ്പെട്ട ഷിഫാഇന്റെ മജ്ലിസിന്റെ മഹത്വം കൊണ്ട് ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല സകല പ്രശ്നങ്ങൾക്കും സകല പ്രയാസങ്ങൾക്കും ഒരു പരിഹാരം നൽകുമാറാകട്ടെ. മഹാനായ ഔസുൽ അളമിന്റെ നോട്ടമുള്ള ഒരു മജ്ലിസായി നമ്മുടെ മജ്ലിസിനെ അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. നമ്മുടെ ഷെയ്ഖായ നമ്മൾ അങ്ങേയറ്റം ആദരിക്കുന്ന സയ്യിദുൽ ഔലിയ എന്ന് അറിയപ്പെടുന്ന ഖാദിരിയ ത്വരീഖത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന മഹാനായ ഔസുൽ അളമിന്റെ നോട്ടം കൊണ്ട് നമ്മുടെ ഈ മജ്ലിസിനെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ ആണ്ടിന്റെ മാസമായ ഈ മാസത്തിൽ അവിടത്തേക്ക് അങ്ങേയറ്റം അടുക്കാൻ അത് കാരണമായി ആ ത്വരീഖത്തിലൂടെ ഖാദിരിയത്തിന്റെ ആ ത്വരീഖത്തിലൂടെ അല്ലാഹു നമ്മെ അവനിലേക്ക് അടുപ്പിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വളരെ പ്രയാസങ്ങൾ കൊണ്ട് ജീവിതത്തിൽ സന്തോഷമില്ലാതെ സങ്കടങ്ങളാലും പ്രയാസങ്ങളാലും ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പലപ്പോഴും ഇവിടെ വരുന്ന ആളുകളിൽ പല ആളുകളും അറിയിക്കുന്ന വിഷമമാണ്, ഉസ്താദെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിയ്യത്ത് വെച്ചു, പല കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്യണമെന്നുണ്ട്, ഒന്നും ഞങ്ങൾ വിചാരിക്കുന്ന രൂപത്തിലാകുന്നില്ല, ഒന്നും ഞങ്ങൾക്ക് വേണ്ട രൂപത്തിലാകുന്നില്ല, ഞങ്ങൾ വിചാരിക്കുന്ന രൂപത്തിൽ ഞങ്ങളുടെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നില്ല. ഇങ്ങനെ ഈ ഒരു വിഷമം അറിയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഉസ്താദ് മനസ്സിന് ഒരു സമാധാനം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല, ഒരു ആശ്വാസം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല, വളരെ ദുഃഖകരമായ വളരെ വിഷമകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. സന്തോഷം എന്താണെന്ന് ഞങ്ങൾ അനുഭവിച്ചിട്ട്, സന്തോഷം എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ട് ഒരുപാട് കാലമായി ഉസ്താദെ. വിഷമത്തോടുകൂടി ഓരോ ദിവസവും ഞങ്ങൾ തള്ളി നീക്കുകയാണ്. പല സമയങ്ങളിലും ജീവിതം ഒന്ന് അവസാനിപ്പിക്കാൻ വരെ ചിന്തിക്കുന്ന ഘട്ടങ്ങൾ ഞങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വളരെ വിഷമത്തില് വളരെ പ്രയാസങ്ങൾ അറിയിച്ച ആളുകൾ ഒരുപാടുണ്ട്. കടമില്ലാത്ത ആളുകളായി സാധാരണക്കാരിൽ ഇന്ന് ആരുമില്ല. ഏകദേശം ആളുകൾ ബന്ധപ്പെടുന്നവരിൽ പലരും കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കടങ്ങളെല്ലാം വീട്ടി സന്തോഷമുള്ള ഒരു ജീവിതം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഈ കടങ്ങൾ നമുക്ക് വീട്ടാനുള്ള ഒരു ഹൈറായ മാർഗം എന്നാൽ നമ്മൾ ഹലാലായ മാർഗത്തിൽ നമ്മൾ സമ്പാദിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ തുടങ്ങുന്ന സംരംഭങ്ങളും നമ്മൾ അധ്വാനിച്ചു കൊണ്ടെടുക്കുന്ന നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായ സമ്പാദ്യങ്ങളുമാണ് നമുക്ക് ഈ കടങ്ങൾ വീട്ടാനുള്ള ഒരു മാർഗം. അതുപോലെ തന്നെ മക്കളിലൂടെ നമ്മൾ ഈ കടം വീട്ടാൻ വേണ്ടി ശ്രമിക്കും. ഈ രൂപത്തിൽ കടം വീട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊന്നിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും, ഏതൊരു നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാലും അതൊന്നും നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലാവുക. അതുപോലെ തന്നെ നമ്മൾ എന്തൊരു നല്ല കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാലും അതിലെല്ലാം നമുക്ക് പരാജയം സംഭവിക്കുക, നമുക്കൊരു നിലക്കും അതിൽ മുന്നേറാൻ കഴിയാതെ വരിക. ഈ സമയങ്ങളിൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാകും. നമ്മുടെ ജീവിതം നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകണം, നമുക്കുള്ള കടങ്ങൾ നമുക്ക് വീട്ടണം, ഈ രൂപത്തിൽ വീട്ടണം, മക്കളെ കൊണ്ട് മക്കൾ ജോലിയെടുത്തുകൊണ്ട് ലഭിക്കുന്ന ആ സമ്പാദ്യത്തിൽ നിന്ന് നമുക്ക് കടങ്ങൾ വീട്ടണം. ഇങ്ങനെ ഒരുപാട് കാഴ്ചപ്പാടുകളായി ഒരുപാട് ലക്ഷ്യങ്ങൾ കൊണ്ട് നമ്മൾ ജീവിക്കുന്നവരാണ്. പലപ്പോഴും നമ്മുടെ ലക്ഷ്യങ്ങൾ തകർന്നു പോകുന്ന സമയത്ത്, നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് മുടക്കം സംഭവിക്കുന്ന സമയത്ത്, നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ സംഭവിക്കാതെ വരുന്ന സമയത്ത്, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വല്ലാതെ വിഷമിക്കാറുണ്ട്. ഇതുപോലെ നമുക്കൊരു ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി, നമ്മുടെ ഒരു മുറാദ് നമുക്ക് ഹാസലായി കിട്ടാൻ വേണ്ടി, നമ്മുടെ ഒരു നിയ്യത്ത് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഇജാബത്ത് ലഭിച്ച് ആ പ്രശ്നത്തിനൊരു പരിഹാരം ലഭിക്കാൻ വേണ്ടി
ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് നേടിയെടുക്കാനുള്ള ഒരു മാർഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയമായ യാസീനിന് ഒരുപാട് മഹത്വങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. ഈ യാസീനിന്റെ മഹത്വങ്ങൾ ഒരുപാട് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അബു സഊദിന്റെ ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ തഫ്സീറിന്റെ പല ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് യാസീനിന്റെ ഒരുപാട് മഹത്വങ്ങൾ. ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന അമല് ഒരുപാട് ആളുകൾക്ക് നമ്മുടെ ഈ ഷിഫാഇന്റെ മജ്ലിസിൽ നിന്ന് നമ്മൾ നിർദ്ദേശിക്കുന്ന ഒരു അമലാണ് നിങ്ങളിലേക്ക് നമ്മൾ പറയാൻ പോകുന്നത്. 21 യാസീൻ, പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയമായ യാസീൻ 21 തവണ നമ്മൾ പാരായണം ചെയ്യുക. നമ്മുടെ എന്ത് ആവശ്യമാണോ ആ ആവശ്യം നമ്മുടെ കൽബിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ആവശ്യം നിറവേറി കിട്ടണം എന്ന നിയ്യത്തോടുകൂടി ഇൻഷാ അള്ളാഹ് നമ്മൾ ഈ 21 യാസീൻ നമ്മൾ ഓതുക. ഈ 21 യാസീൻ ഒരു ദിവസം ഓതി തീർക്കുക എന്നത് പ്രയാസകരമായ ഒരു കാര്യമാണ്. പലർക്കും അതിന് സാധിക്കാതെ വരാറുണ്ട്. ഈ വീട്ടുജോലികളിലും അതുപോലെ തന്നെ മറ്റു ജോലികളിലും വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അതുപോലെ ജോലി സംബന്ധമായ വിഷയങ്ങളിലും കുടുംബത്തിന്റെ പല കാര്യങ്ങളിലും ഇടപെടുന്ന സമയത്ത് നമുക്ക് ഈ 21 യാസീൻ അതിന്റെ ഇടയിൽ ഓതി തീർക്കാൻ കഴിയാതെ വരുന്നവർ ഒരു ദിവസം 3 യാസീൻ വെച്ച് ഓതിക്കഴിഞ്ഞാൽ ഒരു ആഴ്ച കൊണ്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് 21 യാസീൻ ഓതി തീർക്കാൻ കഴിയും. ഒരു വെള്ളിയാഴ്ച ദിവസം ഇത് തുടങ്ങലാണ് ഏറ്റവും അഫ്ളലായത്. ഇന്ന് ബുധനാഴ്ചയാണെങ്കിൽ മറ്റന്നാൾ ഈ യാസീൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് അടുത്ത വെള്ളിയാകുന്ന സമയത്തേക്ക് നമ്മുടെ 21 യാസീൻ ഇൻഷാ അള്ളാഹ് തീരും. ഈ 21 യാസീൻ തീർന്നു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മൾ ദുആ ചെയ്യുക. അള്ളാഹുവിലേക്ക് നമ്മുടെ മുറാദ് എന്താണോ അത് മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തേടുക. ഇൻഷാ അള്ളാഹ് പരിശുദ്ധമാക്കപ്പെട്ട ഈ ഖുർആനിന്റെ ഹൃദയമായ ഈ യാസീനിന്റെ മഹത്വം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എന്തൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാണോ ഈ യാസീൻ പാരായണം ചെയ്തത് അതിനൊരു ഇജാബത്ത്, അതിനൊരു പരിഹാരം അള്ളാഹു നമുക്ക് കാണിച്ചു തരും. ഇൻഷാ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹത്തായ ഈ ഷിഫാഇന്റെ മജ്ലിസിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് ഇതിന് ഫലം ലഭിച്ചത് അവർ ഫോണിലൂടെയും അതുപോലെ തന്നെ മെസ്സേജുകളിലൂടെയും നമ്മെ അറിയിക്കുകയുണ്ടായി. ഇൻഷാ അള്ളാഹ് ഇത് ഓതുന്ന എല്ലാവർക്കും ഇതിന് ഒരു ഇജാബത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ മജ്ലിസിന്റെ ഇജാസത്തിൽ നമ്മൾ 7 ഫാത്തിഹ നമ്മൾ ഓതാൻ വേണ്ടി ആവശ്യപ്പെടാറുണ്ട്. അതിൽ ഒരു മഹാനായ ഔസുൽ ആലം, നമ്മുടെ മജ്ലിസിന്റെ ഷെയ്ഖായ ഒരുപാട് ത്വരീഖത്തുകൾക്ക് മുകളിലിരിക്കുന്ന മഹത്തായ ഖാദിരിയ ത്വരീഖത്തിന്റെ ഉന്നതിയിലിരിക്കുന്ന ഈ ഔസുൽ ആലമിന്റെ മാസത്തിൽ അവരിലേക്ക് നമ്മൾ അങ്ങേ അറ്റം അടുക്കാൻ ശ്രമിക്കുക. ഇൻഷാ അള്ളാഹ് അവിടുത്തെ ആണ്ടിന്റെ സമയം വരുമ്പോൾ അതിലെല്ലാം പങ്കെടുത്തുകൊണ്ട് അവിടത്തേക്ക് ഫാത്തിഹകൾ സമർപ്പിച്ചുകൊണ്ട് അവിടത്തേക്ക് അടുത്തുകൊണ്ട് അവിടുത്തെ മുരീദുകളായി ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.